ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നീ എന്നാൽ പോയി ചിലവിന് കൊടുക്കണം എന്നുള്ളൊരു കമൻറ്റ് എല്ലാവരും ഇപ്പം തന്നെ ഇടുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനാണെങ്കിൽ രേണുസുതി ആണെങ്കിൽ പാരിതോഷികം സമ്മാനം തരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ആൻഡ് എല്ലാവരുടെ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ വലിയ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ്, പക്കാ റോസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സെൻസ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. പിന്നെ ഇതിനകത്ത് വലിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരല്പം സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് റിലീഫ് ആക്കാനെ കൊണ്ട് സഹായിച്ചേക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സീരിയസ് ഇഷ്യൂസ് അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം അതിലോട്ട് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് കമന്റിന് റിയാക്ഷൻ കൊടുക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതായത് അനാമിക വിഷ്ണു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കലും നമുക്കത് ശ്രദ്ധിക്കാണ്ട് പോകാതിരിക്കാൻ പറ്റൂല. അപ്പം നമുക്ക് കമൻറ്റ്സ് ഓരോന്നായിട്ട് വായിക്കാം. മറ്റുള്ളവരുടെ അടുക്കളയിൽ സാമ്പാറാണോ അവിയലാണോ എന്ന് നോക്കാതെ അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ മൂട് കിളച്ചാലും 1000 രൂപ കിട്ടും. എന്നാൽ പിന്നെ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൻ്റെ മൂട് കളയ്ക്കുന്ന വീഡിയോ പോയി കണ്ടാൽ പോരായിരുന്നോ? എന്തിനാ സുഹൃത്ത് എൻ്റെ വീഡിയോ നിങ്ങൾ വന്ന് കണ്ടത്? പിന്നെ ഈ സാമ്പാറും അവിയലും വിളമ്പാൻ വേണ്ടിയിട്ടായിരിക്കും ഇതേ ആൾക്കാർ തന്നെ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനലിലാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സാമ്പാറും അവിയലും വിളമ്പാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ അവരുടെ അടുത്തും പോയി ചോദിക്കണം കേട്ടോ. വല്ലവരുടെയും കുടുംബം ചികഞ്ഞ് പണം ഉണ്ടാക്കാതെ വല്ല ജോലിക്കും പോകൂ. ഈ വ്ലോഗൊന്ന് നിന്നാൽ ഈ ലോകം തന്നെ രക്ഷപ്പെടും. നിന്റെയൊക്കെ മനസ്സാണ് ഈ അനർത്ഥങ്ങൾക്കൊക്കെ ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. കാരണം എൻ്റെ ഒരു ഒറ്റ വീഡിയോ കാരണമാണ് ഇപ്പം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഇറാനിൽ ബോംബ് ഇട്ടത് പോലും എൻ്റെ ആ ഒരു ഒറ്റ വീഡിയോ കാരണമാണ്. കാര്യം കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ട്രംപളിയെ വിളിച്ചതേ ഉള്ളൂ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ മിസ്റ്റർ സാറ്റാൻ, ഐ വാച്ച് യുവർ വീഡിയോ ഷോ, ഞാനാണെങ്കിൽ ഇറാൻ്റെ മണ്ടയ്ക്ക് ഒരു ബോംബ് ഇടാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ട്രംപ് ഇന്നലെ കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി ഒരിക്കലും ഞാൻ അങ്ങനത്തെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല. പിന്നെ അടുത്തൊരു കമൻറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഗർഭമുണ്ടാക്കിയവർ ആ കൊച്ചിനെ താലി കെട്ടി സുഖമായി ജീവിക്കുന്നു. ഈ തൊലിഞ്ഞ യൂട്യൂബേഴ്സ് അത് പോസ്റ്റ്മോർട്ടം ചെയ്തു റീച്ച് കൂട്ടി കാശ് ഉണ്ടാക്കുന്നു. നാണമില്ലേ സാമൂഹിക പ്രാധാന്യമില്ലാത്ത തൊലിഞ്ഞ ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്യാൻ? ശരിയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, സാമൂഹിക പ്രാധാന്യമില്ലാത്ത ഈ ഒരു കണ്ടന്റ് എന്തിനവർ വന്ന് കണ്ടു എന്നുള്ളത്. സത്യത്തിൽ അവരങ്ങനെ വന്ന് കണ്ടതല്ല. അവരെൻ്റെ ഈ ഒരു തമിഴിൽ കണ്ടപ്പോഴത്തേക്കിന് പെട്ടെന്ന് ഇവരുടെ വിഷയം എന്ന് പറയുമ്പോൾ കണ്ണടച്ച് ചെവിയും പൊത്തിയിട്ട് വന്ന് നേരെ ടൈപ്പ് ചെയ്ത് ഈ കമൻറ്റ് ഇട്ടിട്ട് അവർ നേരെ അങ്ങ് പോയതാണ്. അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്. ഇതേ കമൻറ്റ് തന്നെയാണെങ്കിൽ ഡാനി സത്യൻ എന്ന് പറഞ്ഞ ഡാനി ബ്രോയുടെ ആണെങ്കിൽ ചാനലിൽ പോയി ഇട്ടിട്ടുണ്ട്. ഇതേ കമൻറ്റ് തന്നെ, ഗർഭമുണ്ടാക്കിയവർ ആ കൊച്ചിനെ താലി കെട്ടി സുഖമായി ജീവിക്കുന്നു. ഈ തൊലിഞ്ഞ യൂട്യൂബേഴ്സ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് റീച്ച് കൂട്ടി കാശുണ്ടാക്കുന്നു. നാണമില്ലേ സാമൂഹിക പ്രാധാന്യമില്ലാത്ത തൊലിഞ്ഞ ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്യാൻ? എല്ലാ ചാനലിലും കയറിയിട്ട് സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത കണ്ടന്റ് തെരഞ്ഞു പിടിച്ച് കണ്ടിട്ട് ഒരേപോലെയുള്ള കമൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഇത് വല്ല PR വർക്കൊന്നും അല്ലല്ലോ അല്ലേ? പിന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യമാണ്. ഇനി എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് നിങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമൻറ്റ് കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആ സാമ്പാറിൻ്റെ കമൻറ്റ് ഇട്ടില്ലേ, അതേ ആൾ തന്നെ ഇട്ടേക്കുന്ന ഒരു കമൻറ്റാണ്. ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. മോനെ, അവരെ ജീവിക്കുകയല്ലേ, വെറുതെ വിട്ടുകൂടെ? ഇപ്പോൾ പേപ്പർ വായിക്കാറില്ലേ? 8ാം ക്ലാസ്സുകാരി ഗർഭിണിയായി എന്നൊക്കെ അവർ നന്നായി നോക്കുന്നുണ്ടല്ലോ. പിന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഒരിക്കലും നല്ലത് പറയില്ല. 70 വയസ്സുള്ള അപ്പാപ്പൻ പീഡിപ്പിച്ചു എന്ന് വരെ പറയും. പിന്നെ സെക്സ് ഒക്കെ ഒരു സാഹചര്യമാണ്, പറ്റിപ്പോയെങ്കിൽ അങ്ങനെ തന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടി, അങ്ങനെ വിചാരിക്കാം. ഇതിനൊക്കെ ഞാൻ എന്തുവാടെ പറയേണ്ടത്? അതായത് ഗോവിന്ദച്ചാമി ചെയ്തേക്കുന്ന ആ ഒരു ക്രൈംസ് പോലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സംഭവിച്ചു പോയതാണെന്ന് ഞാൻ ആലോചിക്കുന്ന. ഈ കമന്റ് ഇട്ട ആളുടെ വീട്ടിൽ എന്തെങ്കിലും പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. ഇവിടെ ഞാനായിട്ടേക്കുന്ന വീഡിയോ എന്താണെന്ന് ഇപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിലായിട്ട്, നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം മുക്കും മൂലം കണ്ടിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അതിനകത്ത് ആ വീഡിയോ എന്താണെന്ന് മനസ്സിലായിരിക്കുന്ന ഒരാൾ പറഞ്ഞേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആ സ്ഥാപനത്തിനെതിരെ ആ ചേച്ചി പറഞ്ഞിട്ട് അതിൻ്റെ ഭീകരത മനസ്സിലാക്കാതെ ഇപ്പോഴും പ്രസവം ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സാക്ഷര കേരളം. സത്യമല്ലേ പറഞ്ഞേക്കുന്നത്? ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കുറച്ച് പോരായ്മകളെ കുറിച്ചൊക്കെയാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പിനകത്തൊക്കെ ഉള്ളത്. അപ്പം അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതെ ഇതിനകത്ത് ആ ഒരു ഗർഭത്തിന്റെ കാര്യം പറഞ്ഞ് അവരുടെ കുടുംബ പ്രശ്നം പറഞ്ഞ അങ്ങനെ കുറെ ആൾക്കാർ പോകണം. നേരെ എന്തൊക്കെയോ കണ്ടിട്ടാണെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയാണ് എല്ലാവർക്കും. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. എന്തിനാണെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൊട്ടടുത്തൊരു കമന്റൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് എന്നെ വല്ലാതെ വേദന ഉണ്ടാക്കിച്ചത്. പുതിയ ആളിനെ കിട്ടി കുറച്ച് ദിവസം രേണുവിനെ റെസ്റ്റ് എടുക്കാം. രേണു ഒന്ന് ഓൺ ഗ്രൗണ്ടായി പാവം. അങ്ങനെ പറയരുത്. രേണു ഓൺ ഗ്രൗണ്ടോ? എന്താ നിങ്ങൾ ഈ പറയണത്? രേണു ഫാൻസിന് ഒരിക്കലും അത് സഹിക്കില്ല കേട്ടോ.
ഈ ഒരു അവസരത്തിൽ ഞാനത് റിവീൽ ചെയ്യാണ്. ഞാനും ഒരു കട്ട രേണുസുതി ഫാനാണ്. അപ്പം ഞങ്ങളെ ആരാധകരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കമൻസ് നിങ്ങൾ ദയവ് ചെയ്ത് ഇടാണ്ടിരിക്കുക. കാരണം ഞങ്ങളുടെ രേണുവൊക്കെ ആണെങ്കിൽ ഇതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി നെഗറ്റീവ് രീതിയിലാണെങ്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ട്രെൻഡിങ് നമ്പർ 1 ആയിരിക്കണം നമ്മുടെ രേണുസുതി, അതിലെങ്ങും മാറാൻ പാടില്ല. നിങ്ങൾ മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തിലെ ചിഞ്ചുറാണിനെ കണ്ടിട്ടില്ല, അതുപോലെ ട്രെൻഡിങ് നമ്പർ 1 ആവണം. അങ്ങനെ ഗ്രൗണ്ട് ആയി പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്തൊരു കോൺട്രവേഴ്സി ആയിട്ട് ഉണ്ടാക്കി വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ രേണുസുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക, ഈ രേണുസുതിയുടെ ഫാൻസ് അസോസിയേഷനിൽ ഞാനും ഒരു അംഗമാണ്. അപ്പം ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണൻ രേണുസുതിക്കെതിരെ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. രേണുസുതിക്കൊപ്പം അഭിനയിക്കാൻ എന്നെ വിളിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പറയുന്നില്ല, എനിക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ദാസേട്ടൻ കോഴിക്കോട് പ്രേതരെല്ലാം അവരോടൊപ്പം അഭിനയിക്കുന്നു. ദയവായിട്ട് രേണുസുതിക്കൊപ്പം അഭിനയിക്കാൻ എന്നെ വിളിക്കരുത്, എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഫാൻസ് അസ്വസ്ഥരാണ്. ഒരിക്കലും ആറാട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ് രേണുസുതിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള പേരിലാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞേക്കുന്നത്. ക്യാമറയുടെ മുന്നിൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അടിപൊളിയായിട്ട് അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ജീവിതത്തിൽ അതിമനോഹരമായിട്ട് രേണുസുതി അഭിനയിക്കുന്നില്ലേ? അപ്പം ഇത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിനൊപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു? ഒന്നും അല്ലെങ്കിലും ആറാട്ടണ്ണൻ, അലിഞ്ചൂസ് പെരേര, രേണുസുതി, നിങ്ങളൊക്കെ ഒരു മാലയിൽ കോർത്തേക്കുന്ന 3 മുത്തുകളല്ലേ? നിങ്ങളെല്ലാം ഒരു യൂണിവേഴ്സ് അല്ലേ? എന്നിട്ടും വാർഗസ്നേഹമില്ലാത്ത തേണ്ടി. ഇപ്പൊ എന്താണെങ്കിലും രേണുസുതി ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കല്യാണം കഴിച്ചുള്ള സുചേട്ടനെയാണ്. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല, അങ്ങനെ സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ സംഭവം എനിക്കറിയില്ല. അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു? ഈ ഇന്റർവ്യൂ എടുത്തേക്കുന്നത് നമ്മുടെ കൂട്ടുകാരനാണ്, ഷെബിനാണ്. അളിയ ഷെബിനെ നെഹി എന്ന് പറഞ്ഞാൽ നെഹി, അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടുകാർ ചോദിക്കും, നീ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോടാ? നമ്മൾ പറയാം എനിക്കറിയില്ല. അപ്പോൾ വീട്ടുകാർ ചോദിക്കും, അറിയില്ലെന്ന്, നീ എന്ത് വർത്താനം അവിടെ പറയുന്നത്? ഇല്ല, എനിക്കറിയില്ല, കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എടാ, നീ കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലേ നമ്മൾ ചോദിച്ചേക്കുന്നത്? അതാ പറഞ്ഞത് എനിക്കറിയില്ലെന്ന്. അപ്പോൾ വീട്ടുകാർ പറയും, എടാ നീ കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അല്ലാതെ അറിയത്തില്ല എന്ന് പറയുന്നത് എന്താണ് എന്നല്ലേ നമ്മുടെ വീട്ടുകാർ ചോദിക്കുക. അതേപോലെ തന്നെയാണ് രേണുസുതി ഇവിടെ പറയുന്നത്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി. നമ്മുടെ ജാസ്മിൻ ജാഫർ പറഞ്ഞതുപോലെ ഇതൊരു ഡയറക്ടർ ബ്രില്യൻസ് ഉള്ളൊരു കാര്യമാണ്. ഇവിടെയാണ് ഞാൻ ഭയങ്കരമായിട്ടൊരു ആരാധന എനിക്ക് തോന്നിപ്പോയത്. കാരണം ഈ സ്റ്റോറി എന്താണെന്നുള്ളത് ബിഗ് ബോസ് വന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് ഇവിടെ ഒന്നും പറയരുത്, ഇതൊക്കെ ഡയറക്ടർ ബ്രില്യൻസ് ആണ്. ഭാഗ്യം കൂടെ കേൾക്കാം. പ്രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്കാണ്. പ്രതീഷ് ഇപ്പൊ എന്താ ചെയ്യുന്ന? പ്രതീഷ് വർക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഹോയി വിട്ടെന്നുള്ളത്. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആദ്യ ഭാഗത്ത്, അതായത് പാർട്ട് 1-ലാണെങ്കിൽ അരമണിക്കൂറോളം ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതീഷിന്റെ അണ്ണക്കിൽ പിരിവെട്ടി ഇരിക്കുകയാണെന്നുള്ളത്. ഒരിക്കലുമല്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമന്റ്സ് ഇങ്ങോട്ട് വായിക്കാവേ. പ്രതീഷ് എന്തിനാ വന്നിരിക്കുന്നത്? മനസ്സിലായില്ല. കണ്ണ് തട്ടാതിരിക്കാൻ, വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. രേണുവിന് വേണ്ടി, അവന് റീച്ച് കിട്ടാൻ, ഒരു കൂട്ട് വാഴ നനയുമ്പോൾ ചിരയും നനയണമല്ലോ. ഇത്രയുള്ള കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മാറി കിട്ടിയില്ലേ? അതൊന്നും അല്ല, സംസാരിക്കാനൊക്കെ നമ്മുടെ പ്രതീക്ഷണന് പറ്റും. ചെയ്ത മിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് എയറിലായിട്ടുണ്ട്. പിന്നീട് വൈറലാവണം. ഇല്ല, എനിക്ക് എയറിൽ ആയിട്ടില്ല, എന്താണെന്നറിയില്ല. ഇപ്പൊ ലാസ്റ്റത്തെ വർക്ക് പിന്നെ അല്ല, നമ്മുടെ രേണുവക്കയോടൊപ്പം അഭിനയിച്ച് കഴിഞ്ഞാൽ വൈറലാവാണ്ടിരിക്കും. നമ്മുടെ രേണുവക്ക എന്ന് പറഞ്ഞാൽ ആരാ? മഞ്ജു വാര്യർ അങ്ങോട്ട് മാറിയിരിക്കും. മഞ്ജു ചേച്ചി കഴിഞ്ഞിട്ട് എന്നെ ഇഷ്ടമാന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യമായിട്ട്. ആ പേരില്ലേ മഞ്ജു ചേച്ചി, ആ പേര് പറഞ്ഞിട്ട് അതുപോലെ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് അത് കരുതുന്നു. ഞാൻ ആ കമന്റ് കണ്ടില്ല, പക്ഷെ സന്തോഷം. മഞ്ജു വാര്യറെ നീ ഓരോരോ മോഹങ്ങളെ. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കാതെന്നറിയോ? അഭിനയിക്കാൻ അറിയത്തുണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനാണല്ലോ. ചിലപ്പോൾ ലാലേട്ടൻ ആ ഒരു സ്ഥാനം ഒഴിഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് തരേണ്ടി വരും. അതുകൊണ്ട് മാത്രമുണ്ടോ ഞാൻ സിനിമയിലോട്ടൊന്നും അഭിനയിക്കാൻ നിൽക്കാത്തത്. കാര്യം ലാലേട്ടന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാത്തത്. അലിഞ്ചോസ് എങ്ങനെയുണ്ട്? ആള് പാവാണ്, കുട്ടിത്തമാണ് ആൾക്ക്. ഞാൻ കണ്ടത് വെച്ച് പാവ ഒരു മനുഷ്യനാണ്. പാവം അതിന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമുക്ക് വിഷമം വരും. തെറിയൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ എനിക്ക് വിഷമമായി. ചേച്ചി എന്ന് വിളിച്ചിട്ട് ഇന്നലെ സുധിച്ചേട്ടൻ നാടിന് വന്നായിരുന്നു. 24 വയസ്സുള്ള ആൾക്ക് പാവമുണ്ട്. അതെ, പാവാണ്. ഇതേ അലിഞ്ചൂസ് പെരേരാണ് നമ്മുടെ രേണു ചേച്ചിനെ പറ്റിയിട്ട് പറയുന്ന കാര്യം നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? അന്ന് സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം വന്ന ഡാൻസ് കളിച്ചല്ലോ, അതിനെ പറ്റിയിട്ട് പറയുന്നതാണ്. വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ രേണു ചേച്ചിക്ക് പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ജന്മവാർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാർക്കും പറഞ്ഞില്ല. അപ്പൊ ഇവിടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്നാ വർത്താനാ പറഞ്ഞത്. ഇപ്പൊ ചേച്ചി ഇപ്പോ
ചേച്ചിയുടെ പണി പാടുന്ന പോലത്തെ ഒരു വർത്താനമല്ലേ ഇപ്പൊ നമ്മുടെ അലിൻ ജോസ് പെരേര പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. ഇപ്പൊ ആദ്യം ആറട്ടാണ്, ഇപ്പൊ എന്താ അലിൻ ജോസ് പെരേര. എന്തിനാണെങ്കിലും അലിൻ ജോസ് പെരേര. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? സുന്ദരിയോ ഓ ചെങ്കൽ സുന്ദരിയോ. അതെ, രേണുസുതി പറഞ്ഞ പോലെ തന്നെ കൊച്ചു കുട്ടിയായ കുട്ടത്ത് ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. കാട്ടവരാതെ ഒരു മാറ്റം ഇല്ലല്ലേ. എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ എൻ്റെ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദിവസം എൻ്റെ മോശം ദിവസമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയായിരിക്കും എല്ലാവരും, എല്ലാ ജനങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം തന്നെ ഒരു തോന്നിയില്ല, പ്രതീക്ഷ തോന്നുന്നില്ല. അങ്ങനെ തോന്നൂല ഷെബിനെ. നമ്മളെല്ലാ സാധാരണ മനുഷ്യരെ പോലെ അല്ല രേണുസുതി. അവിടെയാണ് രേണുസുതിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഇരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഷെബിനെ അളിയാൻ നീ ചോദിക്കാനെ കൊണ്ട് അതിനെ വർത്താനം നീ പറയണേ. അതൊന്നും ശരിയല്ലോ. ഞങ്ങൾ ആരാധകർക്ക് വേദന ഉണ്ടാക്കരുത്. നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അടുത്ത ഓർമ്മ ദിവസമാണെങ്കിൽ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് DJ പാർട്ടിയും ഗാനമേളയും തന്നെ അവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു വിഷമവും ഒരു ചങ്കടവും ഇല്ല. അപ്പോഴും നിങ്ങൾ ആലോചിക്കണം, തൊട്ടപ്പുറത്ത് സുധിച്ചേട്ടൻ്റെ മകനായിട്ടുള്ള കിച്ചു അപ്പുറത്ത് പൊട്ടിക്കരയുമ്പോൾ ഇപ്പുറത്ത് രേണുസുതി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് ഞങ്ങൾക്ക് ആരാധന തോന്നിയത്. ഞങ്ങളുണ്ട്. ചേച്ചി പറയേച്ചി. നല്ല രീതിയിൽ ഏണിങ്സ് ഒന്നും ഉണ്ടാകാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല, ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? ഇപ്പം ഇതിനകത്ത് അഡ്വാൻസ് വന്നിട്ടുണ്ട് 2 വർക്കിന്റെ. കാണിക്കാൻ പറ്റത്തില്ല, ഫോൺ ഇവിടെ ഇല്ല. ഫോൺ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ചേച്ചി പറയുന്നത്. അതായത് മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ബാങ്ക് ബാലൻസ് കുറവാണെന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അഡ്വാൻസ് കിട്ടിയെന്ന് പറയുന്നത്. പക്ഷേ കാണിക്കാനെ കൊണ്ട് ഫോൺ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ചേച്ചി ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതേ ഇന്റർവ്യൂവിൽ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് അതേ സ്ഥലത്ത് തന്നെ ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ കാണിച്ചു തരാവേ. എന്താ വരാത്തെ? അപ്പൊ ഫോൺ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ഞാൻ ആറേ ലൈഫിലോട്ട് കയറി വരുന്നുണ്ടോ? എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പോക്കുന്നു. എന്തിനാണ് എനിക്ക് അറിയത്തില്ല. അല്ല ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം എനിക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല. ഞാൻ സുധിച്ചാന്റെ മരണത്തിന്റെ ദിവസം ഞാൻ എന്റെ വാക്കിനെ പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എന്താ കുറ്റം? ഇല്ല, സുധിച്ചാൻ എന്റെ ഭർത്താവല്ലേ, നാട്ടുകാരുടെ ഭർത്താവൊന്നുമല്ലല്ലോ. അതാണ് എന്തൊരു കഷ്ടമാണ് ചേച്ചി. നിങ്ങളിങ്ങനെ വേദനിപ്പിക്കില്ല. ലോല മനസ്സാണ്, ലോല ഹൃദയമാണ്. അങ്ങനെ വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ആരാധകർക്ക് അതേ സെയിം വേദന ഉണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വേദന ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇവരുടെ പ്രൈവറ്റ് ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം ഇതേ രേണുസുതിയാണെങ്കിൽ കുറേ കള്ളങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയുന്ന ഇവരുടെ നാട്ടുകാരും അയൽവക്കാരും ഒക്കെ ആണെങ്കിൽ ഇതെന്തോ ഈ കൊച്ചു പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് പുറത്ത് വിടുന്നതാണ്. നമ്മളതൊന്നും എടുത്ത് റിയാക്ട് ഇല്ല. കാര്യം നമ്മുടെ ഓഡിയൻസ് ഇത് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് വിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിഷമമാണ്, വേദനയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ വേദന ഉണ്ടെന്ന് പറയുന്നത് ഇതേ നമ്മുടെ ചേച്ചി തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കാം. നെഗറ്റീവ് കിട്ടിയ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. എന്നാന്നറിയത്തില്ല, മുന്നോട്ട് പോകാൻ ഊർജ്ജമാണ് ഓരോ നെഗറ്റീവ് ഇഷ്ടപ്പെടുവാണോ? അതെ, ഇഷ്ടപ്പെടുവാണ്. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ഓരോ ഊർജ്ജമാണ് നെഗറ്റീവ്സ്. ഇതേ ചേച്ചി തന്നെയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞേക്കുന്നത്. അല്ല ഞാൻ എന്ത് ചെയ്താലും പ്രശ്നം എനിക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാ. നിങ്ങൾക്ക് എന്തുവാ എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ തൊട്ടിപ്പുറത്ത് പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വിശ്വളി കാര്യമില്ല പിള്ളേരെ. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞൊരു ഊർജ്ജമാണെന്നുള്ളത്. ഇതാണ് ഞാൻ പറയുന്നത് ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് ഞങ്ങൾക്ക് ഭയങ്കര ആരാധനയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാർക്കും ഇല്ലാത്ത പല സ്പെഷ്യാലിറ്റീസ് ആണ്. നമുക്ക് ബാക്കിയും കൂടെ കാണാം. ഈ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരുപാട് അപമാനങ്ങൾ, ഒരുപാട് കളിയാക്കലുകളൊക്കെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ എങ്ങനെ ഇടുന്ന ഡ്രസ്, അതായത് സാധാരണ ഇട്ടോ നടക്കുന്ന ചേച്ചി എന്തൊരു സെറ്റാണ് കുറ്റവാ. നല്ല ഇടപാടാണല്ലോ ഇത്. ഞാൻ എനിക്ക് ഞാൻ എന്ത് ഡ്രസ് ഇട്ടാണ് ഡ്രസ് ഇടാൻ കുറ്റം കാണും. അത് അവരോട് ചോദിക്കേണ്ടി വരും. അവരോടാ ചോദിച്ചത്. അല്ല, അങ്ങനെ ചെയ്യരുത്. കാര്യം നമുക്കത് സഹിക്കില്ല, നമുക്കത് വേദന ഉണ്ടാക്കും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ, ഡ്രസ്സ് ഇട്ടാലേ നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ആൾക്കാർ വിമർശിക്കുന്ന ആൾക്കാർക്കെതിരെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാളുടെ ഡ്രസ്സിങ്ങിനെ നമ്മൾ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരിക്കലും വിമർശനം ഏർപ്പെടുത്താൻ പാടില്ല. അത് ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഡ്രസ്സ് ഇടാതെ നടന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ചെയ്യല്ല കേട്ടോ. വയറ് കാണിച്ചു, അതൊക്കെ നല്ല സ്വഭാവമാണോ ചേച്ചി? പിന്നെ എന്റെ വയറ് നല്ലതാണ്, ഞാൻ കാണിക്കും. അത് ചുമ്മാ കാണിക്കുമല്ലേ, കൊണ്ടുവരുന്നത് പൊക്കി കാണിക്കുമല്ലേ. ഞാൻ ഫോട്ടോഷൂട്ട് വയറ് കാണുന്ന ഡ്രസ് ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്യും. അതിന്റെ ജോലിയുടെ ഭാഗമാണ് ഞാൻ കാണിച്ചു. ഇനിയും കാണിക്കും അങ്ങനത്തെ ഷൂട്ട്. അതെ, കാണിക്കണം, ഇനിയും കാണിക്കണം. ഫുൾ സപ്പോർട്ട്. ലിപ് ലോക്കും വേണം ചെയ്യും. ലിപ് ലോക്ക് ചെയ്യത്തില്ല,
ചേച്ചി പറയുന്നത് കേട്ടു ലിപ് ലോക്ക് ചെയ്യാൻ വേണം, പക്ഷേ ചുണ്ടും ചുണ്ടും തമ്മിൽ ഇങ്ങനെ ഉരുമി വേണമെങ്കിലും ഒന്ന് അഭിനയിക്കാം. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഒന്ന് പോയേ, ഞാൻ അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ മാസ്ക് ആകുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാസ്ക് ആവുന്നല്ല, വേണം ചുണ്ടും ചുണ്ടും ജസ്റ്റ് ഒന്ന്. അതിന്റെ അടുത്തല്ല നമ്മൾ പറഞ്ഞു, അടുത്ത പറഞ്ഞു ഒരു മീഡിയം ലെവലുള്ള ഇത്. അതായത് മീഡിയം ലെവലിലുള്ള ഒരു സംഭവം. കാര്യം അന്നത്തെ ആണെങ്കിൽ ആ ഒരു മീഡിയസിന് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സെയിം കാര്യം തന്നെ, ഇങ്ങനെ ചുണ്ടും ചുണ്ടും ഇങ്ങനെ അടുത്ത് വന്നിട്ടുള്ള കടിച്ചു പറി അത്രയേ ഉള്ളൂ. ലിപ് ലോക്ക് പറ്റില്ല, കടിച്ചു പറി ഓക്കെ ആണെന്നതാണ് നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ ഇവിടെ പറയുന്നത്. അത് തന്നെ സംഭവം അല്ല, അത് ഏകദേശം ഫ്രഞ്ച് കിസിന്റെ ആ ഒരു തുടക്കം അങ്ങനെയാ എല്ലാം അല്ലേ. ഈ ക്യാമറ ഞാൻ എന്തിനാ എനിക്ക് താല്പര്യമില്ല ക്യാമറ. ഇപ്പൊ പറയാം നിങ്ങൾ ക്യാമറ, അതെന്റെ ഇഷ്ടമാണ്, അതെന്തേലും കണ്ടിട്ട്. അതെ, രേണു ചേച്ചിയുടെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ആൾക്കാർക്ക് എന്തോ പ്രശ്നം തുടങ്ങിയത്? ഞങ്ങൾ രേണു ചേച്ചി ചെയ്താൽ മാത്രം ഇത്ര വലിയ പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ അപ്പോഴും നിങ്ങൾ ആലോചിക്കട്ടെ, വേറെ ഏതെങ്കിലും നടന്മാർ വന്ന് പറയുന്നുണ്ടോ ഇവിടെ ഞങ്ങൾ ലിപ് ലോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മീഡിയം വന്നിട്ട് മീഡിയം സൈസ്, ലാർജ് സൈസ്, സ്മോൾ സൈസ്, XL, XXL എന്നൊക്കെ ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? അതാണ് നമ്മുടെ രേണുവൊക്കെയുടെ സ്പെഷ്യാലിറ്റി. ദാറ്റ്സ് വൈ ഞങ്ങൾ ഭയങ്കര ഫാൻസ് ആയി മാറിയത്. ഈ കുറച്ച് എക്സ്പോസ് ആയിട്ടൊന്നും അഭിനയിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വയറ് കാണിക്കാൻ തന്നെ കുറച്ച് എക്സ്പോസ് അല്ലേ ഇപ്പോഴത്തെ എത്രയോ നടിമാരല്ലേ അങ്ങനെ. പിന്നെ എന്തുകൊണ്ടാ രേണു ചേച്ചിനെ മാത്രം അത്തരത്തിൽ? അതാ ഞാൻ ചോദിക്കുന്നത്, രേണു ചേച്ചിന്റെ കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്തൊരു അവസ്ഥ. എന്തുകൂടി ഞങ്ങളൊന്ന് വെറുതെ വിട്ടൂടെ ഞങ്ങളുടെ ചേച്ചീനെ? നിങ്ങളിങ്ങനെ നെഗറ്റീവ് അതും ഇതൊക്കെ പറയണ്ടേ? എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കണേ? അപ്പോഴും ചേച്ചി മുമ്പേ പറഞ്ഞു നെഗറ്റീവ് കിട്ടിയ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. ഇതൊക്കെ ഞങ്ങൾക്കൊരു ഊർജ്ജമാന്നേ. ഉമ്മയൊക്കെ വെക്കുന്നത് എന്തോന്ന് അഭിനയിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? അല്ല, അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ ഞാൻ പറഞ്ഞത്. ഒരു ക്യാരക്ടർ വന്നാൽ ഇങ്ങനെ എത്രയോ ഞാൻ കാര്യം ചോദിച്ചോട്ടെ. അതായത് പണ്ടത്തെ എത്രയോ നടിമാർ ഇത്തരത്തിൽ ഫ്രഞ്ച് കിസ് ഇപ്പോഴാണ് ഇത് ട്രെൻഡായി മാറിയത്. പണ്ടത്തെ എത്രയോ നടിമാർ വലിയ പ്രശസ്തയായത് ഈ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടോ ഒന്നുമല്ലല്ലോ, അവരുടെ കഴിവ് കൊണ്ടാണ്. ഷെബിനെ അത് പറയല്ലേ, ഷെബിനെ കഴിവ് കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഷെബിനെ അളിയ നിന്റെ മുന്നിൽ ഇരുന്ന് വലിയ കഴിവല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പത്തെ കല്യാണത്തിന്റെ കാര്യം ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടാണ് അഭിനയിക്കുന്നത്. എന്നിട്ട് കഴിവില്ല എന്ന് പറഞ്ഞ് അപമാനിക്കരുത് ഞങ്ങളുടെ ചേച്ചീനെ. ഇന്റർവ്യൂവിനെ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കുന്നു. ചേച്ചിയുടെ കഴിവ് ചേച്ചിക്ക് വിശ്വാസമില്ലേ? എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ്. ഇപ്പം ഇല്ലാത്ത കാര്യം ചോദിച്ച് നീ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ? കുറച്ച് മോഡലിംഗ് ചെയ്തോ, ഞാൻ മോഡലും കൂടെ ഞാനത് പറയുന്നു. ഫാഷൻ റാംബ്ലേക്കിൽ കാണോ ചേച്ചിനെ? രജിസാറിനെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ജിൻഡോ ആയിട്ട് ചെയ്തല്ലോ ഇങ്ങനെ റാമ്പില് നടന്നല്ലോ. ജിൻഡോ ആയിട്ടും പോയിരുന്നു, അതെനിക്ക് അത്ര കറക്റ്റ് എനിക്ക് തോന്നുന്നില്ല. അത് വൈറലായിരുന്നു എനിക്ക് തോന്നുന്നു. രജിത്തേട്ടൻ ഒരു ചേട്ടനെ പോലെ ജിൻഡോ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം ഇവനുണ്ട്, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദയാവതം. അല്ല, ഇപ്പൊ നിങ്ങളുടെ ജിൻഡോ എന്ന് പറയുന്ന ഹീറോ എവിടെയാണ്? അടുത്തൊരു പീഡന കേസ് കാര്യം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒളിവിലും കാര്യങ്ങളൊക്കെയാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. ആള് മരിച്ചിട്ട് 2 വർഷമായി. ആളെ ഇപ്പൊ പിടിച്ചോണ്ട് ആള് മരിച്ചിട്ട് 2 വർഷം എന്ന് പറയുമ്പോൾ 2 വർഷമായി. ഇപ്പൊ ഞാൻ മാറി കൊടുക്കാൻ പറ്റുമോ എടുത്തിട്ട്? അതല്ലേ അവളെ വെച്ചത്. ആളെ എടുത്തിട്ട് ചേട്ടനെ മാറി കൊടുക്കാൻ പറ്റാത്തതാണോ പ്രതീക്ഷിന് മാറി കൊടുക്കുന്നത്? ഭർത്താവല്ലേ പ്രതീക്ഷന്റെ അനിയൻ. ചേച്ചി പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞ മറുപടിയാണ്. അതായത് എന്റെ സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, 2 വർഷമായി, സ്വാഭാവികമായിട്ടും എനിക്ക് വാരി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഷെബിനെ ഡോണ്ട് ഡു ഓക്കെ. അങ്ങനെ വാരി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? എന്താണ്? ഞാൻ എൻ്റെ ബെസ്റ്റിക്കാണെങ്കിൽ കൂടി 24 മണിക്കൂർ വാരി കൊടുക്കാറുണ്ട്. എൻ്റെ സഹോദരിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വാരി കൊടുത്ത് നടക്കുകയാണ് അല്ലേ? അതിലിപ്പോൾ എന്താണ് തെറ്റെന്താണ്? ഇങ്ങനെ നിങ്ങൾ മോശമായിട്ടൊന്നും പറയല്ലോ. ഒരു മോശം സാഹചര്യത്തിൽ താങ്കളെ കാണുകയും നിങ്ങൾ രണ്ടുപേരും കാണുകയും ആ ഫോൺ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുകയും ഫോൺ ഞങ്ങൾ ജനങ്ങൾ അവിടുത്തെ പൊതുജനങ്ങളാണ് നിങ്ങൾ ഞങ്ങൾ എന്താ സദാചാരം ഉണ്ടായിസം കാണിച്ച് നിങ്ങൾ ഫോൺ തട്ടിപ്പറിച്ച് ഞങ്ങൾ ഭാര്യയെ വിളിക്കുകയാണ് എന്ന രീതിയിൽ ആ രീതിയിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യം എന്തായിരിക്കും റിയാക്ഷൻ എന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ സിംഗിൾ ഞാൻ നോക്കുന്നത്. എടാ ചുമ്മാ ഇടാ, പുള്ളിയുടെ നെഞ്ചൊക്കെ കത്തുകയാണ്. ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ അളിയ. നീ അടിപൊളിയായിട്ടൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ വേദന കൊണ്ട് പൊളയാണ് പുള്ളി ഉള്ളില്. അങ്ങനെ പുള്ളിയുടെ ഭാര്യനെ ഷെബിൻ അളിയൻ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടുള്ള അവസാന ഭാഗം മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക, കെട്ടിയിട്ടിരിക്കുക. എവിടെ കൊടുക്കാൻ? ചേച്ചിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. നിലവില് കണ്ടിരിക്കുന്നത് മറ്റേ അതിനുശേഷം ഇവിടെ കുറെ പേര് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവര് ഏതോ ഒക്കെ ആൽബം ഒക്കെ ചെയ്യുന്ന എന്തോ രേണു എന്നങ്ങനെ ചേച്ചി ചിരിച്ച് നശിപ്പിച്ച്. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങള് ചാനലിൽ നിന്ന് ഒരു പ്രാങ്ക് കോൾ ചെയ്ത കേട്ടോ. അതാണ് അതിന്റെ ഒരു പ്രാങ്കിന്റെ ഒരു മൂർധന്യാവസ്ഥയിലോട്ട് എത്തുന്ന ആ ഒരു മൊമെന്റ് എത്തിയപ്പോൾ രേണു ചേച്ചിയാണ് ചിരിച്ച് നേരെ അവിടെ ഒരു കോഡ് കൊടുത്ത്. ഹേറ്റേഴ്സ് പറയും ഇത് മനഃപൂർവ്വം ചിരിച്ചാണെന്നുള്ളത്. എന്തായാലും ഇത്രയൊക്കെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാൽ തീർച്ചയായിട്ടുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ സാമൂഹിക പ്രതിബദ്ധത കുറേ ആൾക്കാരെ നമ്മളത് കണ്ടു, നമ്മളത് നെവർ മൈൻഡ്. പിന്നെ
നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങളുടെ കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഓഡിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല വിഷയങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് എല്ലാ വിഷയങ്ങളും ഈ പറയുന്ന പോലെ അടുക്കള രഹസ്യം പോയി എത്തി നോക്കിയിട്ട് ആ സംഭവങ്ങൾ മാത്രമല്ല, അങ്ങനെ പുറമെ നിങ്ങൾ വിചാരിക്കുമെങ്കിൽ അതിനകത്തുള്ള കുറച്ച് സീരിയസ് ഇഷ്യൂവിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയും അങ്ങനെയുള്ളൊരു സാധനമായിരുന്നു. അത് കുറേ മണ്ടന്മാരുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് മനസ്സിലായിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണെങ്കിലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.